നാളെ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് അപ്പനുള്ള ചായ തിളപ്പിച്ച് വെച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. സുനിയായിട്ട് ഒറ്റപ്പാലത്ത് പോയി രജിസ്റ്റർ ചെയ്യാനാ പരിപാടി. സുനിയുടെ അമ്മാവന്റെ വീട് അവിടെയാ. അങ്ങനെയാണെങ്കിൽ രാത്രി സ്ഥലം വിടാൻ പാടില്ലേ? സന്ധ്യാമത്തിന് ചാക്കച്ചന്റെ വാള് വെച്ച് കിടന്ന് ഉറക്കാവൂലേ? അതെന്താന്നാ, രാത്രി പോയി എവിടെയെങ്കിലും ഒരുമിച്ച് താമസിക്കേണ്ടി വരും. അത് വേണ്ട. ഇതാകുമ്പോ പുലർച്ചെ എഴുന്നേറ്റ് പോയാൽ നേരെ രജിസ്റ്റർ ഓഫീസിൽ പോയി കല്യാണം നടത്താലോ. അപ്പൊ കൊച്ചിന്റെ ബുദ്ധിയുണ്ട്. അതിരിക്കട്ടെ, ഞങ്ങൾ എന്ത് സഹായം ചെയ്തു തരണ്ടേ? ഞാൻ ഓട്ടോ ഓടിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാനും അപ്പനും ഇത്രയും കാലം ജീവിച്ചു പോകുന്നത്. ഞാൻ പോയി കഴിഞ്ഞാലും എന്റെ അപ്പം പട്ടിണി ഇറക്കാൻ പാടില്ല. ഓട്ടോ അപ്പനെ ഏൽപ്പിച്ച് പോവാന്ന് വെച്ചാൽ അപ്പൻ അത് വിട്ട് കള്ളു കുടിക്കും. അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണം. ഈ ഓട്ടോ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്തിട്ട് ആ പണം നെറ്റിച്ചെലവനായിട്ട് എന്റെ അപ്പന് കൊടുക്കണം. ഇതാണോ ഇത്ര വലിയ ആനക്കാര്യം? ഞാൻ വിചാരിച്ചു തടങ്കലി കിടക്കുന്ന കാമുകനെ കടത്തിക്കൊണ്ടുവന്ന് ഒരു ചേസ്, ഒരു ഫൈറ്റ്. അയ്യേ, വെറുതെ കൊതിപ്പിച്ച് കളഞ്ഞല്ലേ കൊച്ചെ. ഓട്ടോ വാടകയ്ക്ക് കൊടുക്കുന്ന കേസൊക്കെ ചീള് കേസൊക്കെ ഇവനെ ഏൽപ്പിച്ചാൽ മതി. ഇല്ല, ഈ ഓട്ടോ ഞാൻ ആർക്കും വാടക കൊടുക്കില്ല. ഈ ഓട്ടോ ഇന്നു മുതൽ ഞാൻ ഓടിച്ച് ഇതിന്റെ വാടകയും ലാഭവും ഞാൻ ചാക്കോച്ചേട്ടന് കൊടുക്കും. കാരണം എന്താ? എന്റെ തലക്ക് ജനക്കാതെ പോയ അമ്മായി അപ്പനാണ് ചാക്കോച്ചേട്ടൻ. വല്ലതും മനസ്സിലായി കുട്ടിക്ക്. അപ്പന്റെ കാര്യം ഓർത്ത് കൊച്ചു വിഷമിക്കണ്ട. കൊച്ചിന്റെ അപ്പനെ സ്വന്തം മോനെ പോലെ ഞാൻ നോക്കിക്കോളാം. കൊച്ചു ഇഷ്ടപ്പെട്ട ചെറുക്കൻ്റെ കൂടെ പോയി ധൈര്യമായിട്ട് ജീവിക്കേ. അയ്യേ, അങ്ങനെ നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഞാൻ പ്രേമം മൂത്തിട്ട് ഒളിച്ചോടുന്നൊന്നുമല്ല. നിവർത്തിയേടുകൊണ്ടാ. സത്യം പറഞ്ഞ ആദ്യമൊക്കെ ഈ സുനിയെ കാണുന്നതേ എനിക്ക് വെറുപ്പായിരുന്നു. പിന്നെ മാസങ്ങളോളം പുറകെ നടന്ന് ശല്യം ചെയ്തപ്പോ ഏതോ ഒരു നിമിഷത്തിൽ പെട്ടുപോയതാ. ഇപ്പൊ കൂടെ ചെന്നില്ലെങ്കിൽ ചത്തുകളെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണിയാ. ആ കാലമടം പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാലേ പിന്നെ മനസ്സമാധാനം ഉണ്ടാവും. അത് ശരിയാ. അതുകൊണ്ടാ ഞാൻ പോകാൻ തീരുമാനിച്ചേ. വണ്ടിയുടെ ആർസി ബുക്കും താക്കോലും. എന്റെ ഓട്ടോ ഭഗവതി കാത്തിരക്ഷിക്കണേ. ഇങ്ങോട്ട് വരിക അമ്മേ. ബജാജ് മഹാമായി കാത്തിരക്ഷിക്കണേ. വണ്ടി എന്നും കഴുകണം. സോപ്പിട്ട് കഴുകും ഞാൻ. പിന്നെ ചറ പറയാന്നൊന്നും ഗിയർ ഇടരുത്. ഗിയർ ഇടത്തേ ഇല്ല. ഇയാളെ വിശ്വസിക്കാൻ കൊള്ളാവോ? ഈ കോളനിയിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരുത്തൻ ഇവ മാത്രമേ ഉള്ളൂ. കൊച്ചു ധൈര്യമായിട്ട് വയ്ക്കോ. പിന്നെ ഞാൻ കല്യാണത്തിന് സമ്മതിക്കാത്തതിൽ തലയ്ക്ക് വിഷമമൊന്നുമില്ലല്ലോ. വിഷമമില്ലാന്നൊന്നും പറയാൻ പറ്റൂല, എന്നാലും സാരമില്ല. സുനിയെ പരിചയപ്പെടുന്നതിന് മുമ്പായിരുന്നെങ്കിൽ. എനിക്ക് കൊച്ചിന്റെ അവസ്ഥ മനസ്സിലാവും. സാരമില്ല, കൊച്ചു പൊയ്ക്കോളൂ. പാവം ഒരു പൊട്ടിപ്പെണ്ണാവള്. കൊണ്ടുപോകുന്നവൻ അവളെ മര്യാദയ്ക്ക് നോക്കിയാൽ മതിയായിരുന്നു. എന്താ ഒരു വിഷമം പോലെ? വിഷമൊന്നുമില്ലടാ. എന്നാലും ആദ്യമായിട്ട് ഞാൻ പെണ്ണ് കണ്ട കൊച്ചല്ലേ, അത് വേറൊരുത്തന്റെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു ഇത്. അവള് പോണെങ്കിൽ പോട്ടതല്ലേ. അവളുടെ ആർസി ബുക്ക് നമ്മുടെ കയ്യിലായില്ലേ? ബാങ്കിലെ ജപ്തി ഒഴിവാക്കാൻ വേണ്ടിട്ടേ ദൈവം ഒരു വഴി ഒപ്പിച്ചെന്നാണ്. നമുക്ക് നാളെ തന്നെ ഈ ഓട്ടോ വിറ്റ് ക്യാഷ് ആക്കണം തല്ലേ. ഓട്ടോ വിൽക്കാനോ? വൃത്തികെട്ടവനെ, കണ്ണിച്ചോലയില്ലാത്ത വർത്താനം പറയാതെ. നമുക്ക് ഈ ഓട്ടോ പണയം വെച്ചാ പോരെ? ആർസി ബുക്ക് പണയം വെച്ച വകയിൽ 25,000. അച്ഛന്റെ വല മറിച്ച് വിറ്റതിൽ 3,000. അല്ലറ ചില്ലറ കൊട്ടേഷൻ വകയിൽ 5,000. അങ്ങനെ ആകെ മൊത്തം 33,000 രൂപയായി. ഒരു 2-3 ആർസി ബുക്ക് കൂടെ സംഘടിപ്പിക്കാൻ പറ്റൂടെ? നാളെ മുതലേ കംപ്ലീറ്റ് വനിതാ ഓട്ടക്കാരികളെ പോയി പെട്ട് കണ്ടാലോ? ആ തലക്കിട്ടല്ലേ വേണ്ട. ഏതായാലും ആ ബാങ്ക് മാനേജർക്ക് ഉള്ളത് കൊടുത്തിട്ട് പോയി കാല് പിടിക്കാം. 33,000 കുലുവ. ഇതും പൊക്കി പിടിച്ചോണ്ട് എന്റെ മുമ്പ് വരെ നിനക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നു? എടുത്തോണ്ട് പോടാ. പലിശ സഹിതം 4,12,000 രൂപ കൊണ്ടുവരാതെ ജപ്തി ഒഴിവാക്കുന്ന പ്രശ്നമില്ല. എങ്ങനെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം സാർ. ഞാനൊരു 100 കൂടി വെച്ച് കൊണ്ടുപോടാ. 100-200 വെക്കാതെ എന്താ മുറ്റിക്കളിയെന്നോ? സാറേ, ഞാൻ വേണമെങ്കിൽ സാറിന്റെ കാല് പിടിക്കാം. ഞങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടിയാ തല ഈ കട മുഴുവൻ വരുത്തി വെച്ചത്. അതുകൊണ്ട് ഇത് ഞങ്ങൾ തന്നെ വീട്ടിക്കോളാം. സത്യമാണ് സാറേ, ഇത് സത്യം അല്ലെങ്കിൽ സാറിന്റെ തല പൊട്ടിത്തെറിച്ചു പോട്ടെ. സാറേ, ഒരു അല്പം അവകാശം കൂടെ, ഒരു 10 കൊല്ലം കൂടെ തന്നാൽ മൊത്തം തുകയുടെ പകുതിയെങ്കിലും ഞാൻ അടച്ചു തീർത്തോളാം. ഇറങ്ങടാവളിയിലെ നിന്നെ പോലുള്ള അലവലാദികളോട് സംസാരിക്കുന്നെങ്കിൽ എന്നെ വേണം തല്ലാൻ. സാർ, ഈ ചെറിയ ശരീരം വെച്ച് ഇങ്ങനെ ചൂടാവല്ലേ. 33,000 രൂപ ഒന്നും ആവില്ലെന്നറിയാം. എന്നാലും തൽക്കാലം ഇത് പലിശ ഇനത്തിൽ കൂട്ടിക്കണം. എന്നിട്ടൊരു 2 മാസം സമയമെങ്കിലും സാർ എനിക്ക് തരണം. വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാ. പ്ലീസ് സാർ. തല ആരുടെ മുമ്പിലും ഇങ്ങനെ താഴാറില്ല. താഴെ 2 മാസത്തെ സമയമല്ലേ ചോദിച്ചുള്ളൂ. ഒന്ന് സമ്മതിച്ചിരണം സാർ. ഒരു നിവർത്തിയില്ല. തലയും വാലും ഒക്കെ വേഗം പോകാൻ നോക്ക്. ബാങ്ക് നടപടികൾ അതിന്റെ രീതിയിൽ അങ്ങ് നടന്നോളൂ. പറഞ്ഞത് കേട്ടില്ലയോ? ഇറങ്ങി പോടാ. വേണ്ട, അതിനുള്ള സമയമായിട്ടില്ല സാർ. 2 മാസം കൂടെ നമുക്ക് സമയം തരും. സാറിന്റെ ഭാര്യ ജോലി കഴിഞ്ഞ് ഒറ്റയ്ക്ക് തിരിച്ചു വരുന്ന ഇടവഴിയിൽ വെച്ചാ പണ്ടൊരു പെണ്ണിനെ ആരാണ്ട് തട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ സാർ ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. പരാക്രമം സ്ത്രീകളോടല്ല. ശരിയാ. +2 പഠിക്കുന്ന ഒരു മോനില്ലേ സാറിന്? ആ മോൻ സ്ത്രീ അല്ലല്ലോ. ആ കൊച്ചൻ ബൈക്കേന്ന് വീണ് കയ്യോ കാലോ ഒടിഞ്ഞ് ആർക്കെങ്കിലും ഞങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ? മിസ്റ്റർ തല, ഒന്ന് മനസ്സിലാക്കണം, ഇത് ഞാനായിട്ട് മാത്രം എടുത്ത തീരുമാനമല്ല.
ബോർഡ് മീറ്റിംഗ് അനുസരിച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നേ ഉള്ളൂ. ഏതായാലും ഒരു മാനസിക പരിഗണന വെച്ച് ഒരാഴ്ച കൂടി ഞാൻ സമയം തരാം. എന്തേ? ഒരാഴ്ച കൊണ്ട് തരാൻ പറ്റുമോ അറിയില്ല. ഏതായാലും ഇനി ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും നീട്ടി തന്നാ മതി. അതുവരെ ഈ ഉരുപ്പടി ഇവിടെ ഇരിക്കട്ടെ. പേടിയാണെന്ന് കരുതെടുത്ത് വലിക്കരുത്. മാനേജർ ഒന്ന് കിടുങ്ങി. പോയില്ലേ? വെളുപ്പിനെ ഒളിച്ചോടെന്ന് പറഞ്ഞിട്ട് ഓടിയില്ലേ? ഒരുത്തന്റെ കയ്യും കാലും തല്ലി ഓടിക്കാൻ എത്രയാ നിങ്ങളുടെ റേറ്റ്? ദീപാവലി പ്രമാണിച്ച് ഡിസ്കൗണ്ട് ഉണ്ട്. only 3000 rupees. പടക്കത്തിന്റെ കാശ് എക്സ്ട്രാ. ചുമ്മാ ലേഡീസ് ആയതുകൊണ്ട്. അയ്യോ കൊച്ചു കാര്യം എന്താന്ന് വെച്ചാ ആ സുനി എന്നെ പറഞ്ഞ് ചതിക്കായിരുന്നു. അവന് വേറെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. അവന്റെ മെയിൻ ബിസിനസ് എന്താണെന്നറിയോ? പെൺവാണിഭം. വാണിഭം എന്താണെന്ന്? വാണിഭം. എന്റെ ഭാഗ്യത്തിനാണ് ഞാൻ ഇതൊക്കെ അറിഞ്ഞത്. അത് ചോദിക്കാൻ ചെന്നപ്പോ അത് എന്നെ തല്ലുകയും ചെയ്തു. അവനെ വെറുതെ വിടരുത്. അവന്റെ കയ്യും കാലും തല്ലി ഓടിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അവൻ ഇനി ഒരു പെണ്ണിന്റെ പിറകെ നടക്കാത്ത രീതിയിൽ അവന്റെ വാണിഭം നോക്കി തന്നെ പണി കൊടുത്തേ. ഈ ലെതറിന്റെ കൊട്ടേഷൻ എത്ര രൂപക്ക് ഫിക്സ് ചെയ്യണം? അയ്യോ ഞാനങ്ങ് മറന്നുപോയി. കൊച്ചിന്റെ ഈ കൊട്ടേഷന് ഫീസ് ഇല്ല. ഇത് സാമൂഹ്യ സേവനത്തിന് വേണ്ടിയുള്ള അടിയല്ലേ. കേരളത്തിൽ പെൺവാണിഭം നടത്തുന്ന എല്ലാ ചേട്ടന്മാർക്കും വേണ്ടി ഞങ്ങൾ ഈ തല്ല് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കൊച്ചു വണ്ടി എടുക്ക. എവിടെ? അവനാ കോരി തരട്ടെ. ബസ്സിലെ പണിക്കാരെല്ലാം നമ്മുടെ ബന്ധത്തെ കുറിച്ച് ചോദിച്ചു. ഞാനുള്ള സത്യം അങ്ങ് തുറന്നു പറഞ്ഞു. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ. അടുത്ത ആഴ്ച ഒറ്റപ്പാലത്ത് പോയി നമ്മൾ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നൊക്കെ. എന്തിനാ ഒറ്റപ്പാലത്ത് പോണേ? ഇവിടെ രജിസ്റ്റർ ചെയ്താ പോരെ? അതുപോരാ, ഒരു യാത്ര ചെയ്താലേ എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ ഒരു മൂഡ് വരൂ. വേഗം കഴിക്കും. ഒന്നുകൂടെ പറയാ. ഞാനിപ്പ വരാവേ. ഇവക്ക് വരാൻ കണ്ട നേരം. വഴി ബ്ലോക്ക് ആയിരുന്നല്ലേ, സോറി. ഇത് വഴി പോകാം. എങ്ങോട്ടാ ഞാൻ പോകുന്നേ? ഇതിനെ മൂത്രം വെച്ചിട്ട് വരാം. വാടാ ഇങ്ങോട്ട്. മൂത്രം ഇത്തിരി കഴിയുമ്പോ താനെ പൊക്കോളും. ഓ, ഇതെല്ലാം എന്റെ സ്വന്തം അളിയന്മാരാ. എനിക്ക് കുടുംബ പ്രശ്നമാണ്. കുട്ടി പൊക്കോളും. ഞാൻ അവരെ വീട്ടിലാക്കിട്ട് ഉള്ള ചാരിത്രം കൊണ്ട് വീട്ടിൽ പോകാൻ നോക്കും. ഇതവന്റെ സ്ഥിരം കലാപരിപാടിയാ. ഇത് നമ്മുടെ പെണ്ണ് സുനിയല്ലേ? ആ ഡബിൾ അമ്മയാ മാമാ സുനി. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കോളനി വന്ന് പെമ്പിള്ളാരെ വളക്കരുതെന്ന്. നീ അവിടെ നിയന്ത്രണ രേഖ ലംഘിച്ചു. വനിതാ കമ്മീഷനിൽ പോകാൻ നേരമില്ലാത്തതുകൊണ്ടും ഉടനടി ആക്ഷൻ എടുക്കാൻ വേണ്ടിയും ഈ കൊച്ചു ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നു. അതുകൊണ്ട് ഈ നാട്ടിലെ പെൺകുട്ടികളുടെ മാനം കാക്കാൻ വേണ്ടി മോനെ സുനി നിന്നെ ഞങ്ങൾ പഞ്ഞിക്കിടാൻ പോവാണ്. നീ സഹകരിക്കണം. തൊട്ടുപോകരുതന്നെ. എല്ലാത്തിനെയും കുത്തി പുറന്നളയും. നിന്റെയൊക്കെ ഗുണ്ടായുസം കാരണം മനുഷ്യന് മാന്യമായിട്ടൊരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റില്ല നായടാ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പെമ്പിള്ളേരെ പ്രേമിക്കാൻ വളയ്ക്കാൻ ചിലപ്പോ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യും. നീ എന്തോ യോടാ വേണ്ടി വന്ന നിന്റെ പെങ്ങളെ പൊക്കും. അയ്യോ അയ്യോ ഇങ്ങനെ വിരോധികളെ പോലെ തല്ലരുത്. റൈറ്റാ ലെഫ്റ്റാ? ഓടിക്കരുത്. ആ കൈ ഓടിക്കലാണ്.